ചെടിയേക്കാൾ വില ചെടിച്ചട്ടിക്കുള്ള ഈ ഒരു കാലത്ത് വെറും 30 രൂപ കൊണ്ട് മാത്രം നമുക്ക് ഇതുപോലെ കിടിലനായിട്ടുള്ള 2 പോട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? ഇത് നമ്മളെ വീട്ടിലുള്ള ഒരു പോട്ടാണ്. ഇതിന് ഏകദേശം ഒരു 250 രൂപയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുഡൊക്കെ ഹോം ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബോക്സ് ആണ്. ഇതിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടിന് ഉള്ളിൽ നമ്മൾ മറ്റൊരു പോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോട്ടിനെക്കാട്ടിലും ചെറിയൊരു പോട്ടായിരിക്കണം ഇതിനകത്ത് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തെർമോക്കോൾ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനടിയിൽ നമ്മൾ തെർമോക്കോളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉയർത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടിന് അടിഭാഗം ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ രണ്ടാമത് ഇറക്കി വെച്ച് കൊടുക്കേണ്ട ആ ഒരു ചെറിയ പോട്ട് ഇതുപോലെ ഒരു ഉയരത്തിലായിരിക്കണം നിൽക്കേണ്ടത്. അല്ലാത്ത പക്ഷം അടിഭാഗം ഉണ്ടാവില്ല. അപ്പൊ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തെർമോക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഒന്ന് ഉയർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് എണ്ണയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് പെട്ടെന്ന് ഊരി പോവാൻ വേണ്ടിയിട്ട് എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് ഊരി പോവാതെ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. വൈറ്റ് സിമെന്റ് ആണ് എടുക്കുന്നത്. വൈറ്റ് സിമെന്റിന് കിലോന് 30 രൂപയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമ്മൾ വൈറ്റ് സിമെന്റ് 1 കിലോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല, കുറച്ച് അവിടെ ബാക്കി വെച്ചിരുന്നു കേട്ടോ. പക്ഷെ അത് ലാസ്റ്റ് നമുക്ക് തന്നെ ആവശ്യം വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടണം. അധികം ലൂസായി പോവരുത്, അധികം ടൈറ്റും ആയി പോവരുത്. കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആ ഒരു ചെറിയ പോട്ട് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ച പോട്ടിൽ നല്ല വെയിറ്റിന് വേണ്ടിയിട്ട് ഒന്നെങ്കിലും മണ്ണ്, ഇല്ലെങ്കിൽ വെള്ളം, ഇല്ലെങ്കിൽ കല്ല്, ഇതെന്തെങ്കിലും ഇട്ടൊന്ന് നിറച്ചെടുക്കേണ്ടതാണ്. കാരണം നമ്മളിത് പോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കണം. ഈ ഒരു വെയിറ്റ് കാരണം അത് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഈ ഒരു സിമെന്റ് പൊന്തി വരണമെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രമേ പൊന്തി വരുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടിന്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതിനകത്ത് സിമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു വലിയ പോട്ടൊക്കെ ഉണ്ടാക്കാൻ ഏകദേശം ഒരു 2 കിലോ വൈറ്റ് സിമെന്റ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയ പോട്ടായതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ മോൾഡറിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലെ തന്നെ ഒരു ചെറിയ ബൗളിനകത്തേക്ക് മണ്ണ് നിറച്ചതിന് ശേഷം വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും, നമ്മളിത് വെക്കുന്ന സമയത്ത് ആ ഒരു സൈഡിൽ കൂടെ സിമെന്റ് പൊന്തി വരണം. അപ്പൊ ഈ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അത് പൊന്തി വരിക. അതുപോലെ തന്നെ അതിനകത്തുള്ള കൺസിസ്റ്റൻസി. അപ്പൊ എനിക്കിത് ഫുള്ളായിട്ട് വേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ ബാക്കിയുള്ള ആ വൈറ്റ് സിമെന്റും കൂടി കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ബോട്ടിലും നമ്മളിതാ ഇതുപോലെ ഒന്ന് മുട്ടിയൊക്കെ കൊടുക്കണം. കാരണം എയറൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നല്ല ഉറപ്പിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പൊന്തിയിട്ട് വരാതിരിക്കാനാണ്. മറ്റേ ബോട്ടിൽ നമ്മൾ മണ്ണിന് മേലെ തന്നെ വലിയൊരു കല്ലും കൂടി ഇറക്കി വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ 24 മണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാറ്റി കൊടുക്കുക. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ റിസ്ക് ഇല്ലാണ്ട് ഇത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളിപ്പോൾ പൊളിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലുണ്ട്. എനിക്ക് അധികം ഓയിൽ അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഇങ്ങനെ കുറേ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയാണ് എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ കുറേ പോട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു സെറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഊരിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാൻ വളരെ സിമ്പിളായിരുന്നു. ഈ ഒരു പോട്ട് കുറച്ച്
കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ സെറ്റായി എടുത്തത്. പക്ഷെ പൊട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ പൊട്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് തന്നെ കേട്ടോ ഇത് പൊട്ടി വരിക. അത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവില്ല. കറക്റ്റ് ഒരു ഷേപ്പിലാണ് ഇത് പൊട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് സൂപ്പർ ഗ്ലൂവോ എന്തെങ്കിലും ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചിട്ട് പെയിൻറ് കൊടുത്താൽ ഇത് മനസ്സിലാവുകയില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് നശിപ്പിക്കാതിരിക്കുക, വേസ്റ്റ് ആക്കാതെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മളിതാ വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. പരിപാടിയിലേക്ക് പോവാം. ഇനി പോട്ടി മിക്സ് നിറയ്ക്കുക. ഇഷ്ടമുള്ള ചെടി ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കളറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു വൈറ്റ് പോട്ടിന് വേറെ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ വൈറ്റ് പോട്ടിന്റെ കളറെല്ലാം മാറുന്ന സമയത്തും നമുക്ക് പെയിന്റ് അടിക്കാമല്ലോ. പക്ഷെ ആ ഒരു വൈറ്റ് പോട്ടിന്റെ ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? രണ്ടാമത്തെ പോട്ടിൽ നമ്മളൊരു സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യത്തെ പോട്ടിൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുത്തത്. ഇനി നമ്മൾ കുറച്ച് കല്ലൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാനാണ് ഇത് നല്ല അടിപൊളി ആവുക. അപ്പോൾ ഇൻഡോർ ഗാർഡനൊക്കെ പരിപാലിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പോട്ടൊക്കെ വളരെ ഉപയോഗപ്രദമാകും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന സമയത്ത് നല്ല പൈസ കൊടുത്തിട്ടാണ് വാങ്ങാറ്. ഇതിപ്പോൾ 1 കിലോ വൈറ്റ് സിമെന്റിന് 30 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ മോൾഡറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.